ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 30-ാം തിരുവചനം. നിന്നെ തന്നെ രക്ഷിക്കുക, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. ഗാഗുൽത്തായിലൂടെ കടന്നുപോയവർ തല കുലുക്കിക്കൊണ്ട് അങ്ങനെ ദുഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ചിട്ട് 3 ദിവസം കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അവർ അറിഞ്ഞില്ല അത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയെന്നും ആ കുരിശ് രക്ഷയായി മാറുകയായിരുന്നുവെന്നും. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഓടി വന്ന് കണ്ണുനീരോടെ അവർ കുരിശിനോട് ചേർന്ന് നിന്നേനെ. സഹനത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ നിൽക്കുമ്പോൾ തൊട്ടടുത്തുള്ള ചിലർ പോലും തലകുലുക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ദുഷിച്ചു പറഞ്ഞേക്കാം. നിന്നെ തന്നെ രക്ഷിക്കാൻ, ഈ കുരിശിൽ നിന്ന് രക്ഷ നേടാൻ ആരും അറിയുന്നില്ല അത് ദൈവത്തിൻ്റെ പദ്ധതിയെന്ന്. ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിൻ്റെ ചൂളയിലൂടെ കടന്നു പോവുക എന്നത് ദൈവിക പദ്ധതിയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ അങ്ങനെ പറയുമായിരുന്നില്ല. ഉയർപ്പ് പറഞ്ഞറിയിക്കേണ്ട അനുഭവമല്ല, അത് കണ്ട് തിരിച്ചറിയേണ്ടത് തന്നെ. ആ ഉയർപ്പ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവർ തിരിച്ചറിയട്ടെ ഇതെല്ലാം ദൈവിക പദ്ധതിയെന്ന്. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.